കണ്ടിരിക്കാൻ പറ്റൂല, ബോറാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇറങ്ങി വരാനൊക്കെ തോന്നുന്നു. അപ്പോൾ തമിഴിൽ നിന്നും സൂര്യക്കൊപ്പം ക്ലാഷുമായിട്ട് വിശാലിന്റെ മകുടം റിലീസിന് എത്തിയിട്ടുണ്ട്. റൈറ്റർ ആൻഡ് ഡയറക്ടർ ബൈ വിശാൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും 3 ഗെറ്റപ്പിലൊക്കെ എത്തുന്ന ഒരു വൻ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. മകുടം ആളുണ്ടെങ്കിൽ കണ്ടിറങ്ങിയവരുടെ റിവ്യൂലോട്ട് പോകാം. അപ്പോൾ ഷോ നടന്നോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. നേരെ മകുടം റിവ്യൂലേക്ക്. ബ്രോ എങ്ങനെയാണ് മൊത്തം ഒരു അടിച്ചോളി സ്പൂഫ് പടമാണോ? പക്ക കൊമേഴ്ഷ്യൽ പരിപാടിയാണ്? അങ്ങനെ അത്രയ്ക്കൊന്നുമില്ല ബ്രോ, ഒരു ടൈം കാണാം, അത്രേ ഉള്ളൂ. 3 മണിക്കൂർ എങ്ങനെയുണ്ട്? ഇത്തിരി ബോർ, സ്ലോ ആയിട്ട് ലാഗ് ആയിട്ടാണ് സിനിമ പോയത്. ആക്ടിങ് കൊള്ളാം. വിശാൽ ഇതിൽ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റിനായിട്ട് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. 3 ക്യാരക്ടർ ആയിട്ടാണോ? അല്ല, 2 ക്യാരക്ടർ ആയിട്ടാണ്. മാർക്കാനൊരു ഫാന്റസി പരിപാടിയൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. പക്ഷെ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഫുൾ ബോറായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കുറച്ചു നേരം കണ്ടിരിക്കാം, അല്ലാതൊന്നുമില്ല. എങ്ങനെയാണ് സ്റ്റോറിയൊക്കെ? ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ പൊട്ടും സിനിമ. എന്തായാലും ആളെ ഇല്ലതായിരുന്നു സ്ക്രീനിന്റെ അകത്ത്. ഫണ്ണ് ത്രില്ലറൊക്കെ ആയിട്ടാണ്? ഫണ്ണെന്ന് പറഞ്ഞാൽ കോമഡി ഉണ്ട്, ബട്ട് ചിരിക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു. വർക്കാവുന്നില്ല, കോമഡി വർക്കാവൂല. പുള്ളി പല ഗെറ്റപ്പിലൊക്കെ വരുന്നുണ്ടല്ലോ. ഗെറ്റപ്പ് ലാസ്റ്റുള്ള ഗെറ്റപ്പ് കൊള്ളായിരുന്നു. ഭയങ്കര സ്പൂഫ് മോഡലാണോ? ട്രോള് പോലാണോ വരുന്നത്? ട്രോള്, ചെറിയ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തില് കണ്ടിരിക്കാൻ പറ്റൂല, ബോറാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇറങ്ങി വരാനൊക്കെ തോന്നുന്നു. വെറുപ്പിക്കൽ അഭിനയമാണ്. അത് കുഴപ്പമില്ല. മൊത്തത്തില് പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു പാട്ടൊന്നും കൊള്ളൂല. ഒന്നും ഫൈറ്റും ആക്ഷനൊക്കെ. ഫൈറ്റ് കൊള്ളായിരുന്നു, പാട്ടൊന്നും കൊള്ളൂല. തിയേറ്ററിൽ കാണാൻ തിയേറ്ററിൽ കാണാനുള്ള ഒന്നും ഇല്ലായിരുന്നു. വേറെ വല്ല സിനിമയ്ക്ക് പോയായിരുന്നു. ബ്രോ, വിശാലിന്റെ മാർക്ക് ആന്റണി കണ്ടിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും കുഴപ്പമില്ല. പക്ക ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വിശാലിന്റെ ഡയറക്ഷൻ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ഡയറക്ഷൻ അതിനെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. പുള്ളിയുടെ ആനക്കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ട്രോളൊക്കെ വരാനുള്ള പടമാണോ? ഇല്ല, അങ്ങനൊന്നും അല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട്. മകുടം തൂക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DC-യും വിശ്വനാഥൻ സൺസും നിൽക്കുമ്പം അറിയത്തില്ല. എന്തായാലും വിശ്വനാഥൻ ഒരു ഫാമിലി പടവും DC പക്കാർ ആക്ഷൻ അതിനെക്കൊണ്ട് ഇത് അതിന്റെ മേളിലുള്ള പടം, അതുക്കും മേലെയാണ്. നായികയൊക്കെ അഞ്ജലി ഒരു ആവറേജ് ആണ്. പക്ഷെ ദർശന ബാക്കി എല്ലാ സിനിമകളൊക്കെ ഉള്ള ബെറ്റർ പെർഫോമൻസ് ആണ് പുള്ളി. പക്ഷെ പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ്. അഞ്ജലിയാണ് കൂടുതലും സിനിമയിൽ സ്ക്രീൻ സ്പേസ്. മൊത്തത്തിലൊരു സ്പൂഫ് പരിപാടിയാണോ? കോമഡിയും എല്ലായിട്ട് മൊത്തത്തിൽ കണ്ടിരിക്കാം. ഒരു കൊള്ളാം, അത്ര തന്നെ. തമിഴ് പടം